ഹിന്ദിയിലെ ഇക്കായി ഒന്നിലെ 3-ാമത്തെ ചാപ്റ്ററാണ് ഇവിടെ പറയാൻ പോകുന്നത്. റെയിൻ ബസേരമേം ഇത് യാത്രാവൃത്താണ്. റെയിൻ ബസേര അതായത് രാത്രിയിൽ തങ്ങാനുള്ള സ്ഥലം. ഇതിൻ്റെ ലേഖകനാണ് അമൃതലാൽ ബേഗട്ട്. ഇനി ഇവിടെ കുറച്ച് വിവരിക്കാനുണ്ട്. ധീരെ തീരെ തീരെ നർമ്മദ. ഈ അമൃതലാൽ ബേഗട്ടിക്ക് നർമ്മദ പദയാത്രാ വൃത്താന്തമാണ് ഈ ധീരെ ധീരെ നർമ്മദ എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രഥമ പദയാത്ര ഉനോനെ അപ്പനെ 50 സാലിക്ക് ആയുമേ, അതായത് ഒന്നാമത്തെ കാൽനടയാത്ര 50-ാം വയസ്സിൽ 1977 ആയിരുന്നു. അവസാന പദയാത്ര 2009. ഇൻ 33 വർഷം കെ ദൗരാന ഇങ്ങനെ 33 വർഷം കടന്നുപോയി. കരീബ് 4000 കിലോമീറ്റർക്ക് പദയാത്ര വൃത്താന്ത 4000 കിലോമീറ്റർ പദയാത്രയുടെ വൃത്താന്തമാണെന്ന്. ധീരെ ധീരെ നർമ്മദയിലുള്ളതെന്ന്. ഈ സിൽസിലേമേം അപ്പനെ സഹായക ചോട്ടു കേത്തെ, ഇതിൽ തൻ്റെ സഹായിയായ ചോട്ടു ഉണ്ടെന്ന്. 11 അക്ടോബർ 1997 ഈ പദയാത്ര അനുഭവ യഹാൻ ദിയ ഗയ ഹെ. 1997 കൊടുത്തിട്ടുള്ള പദയാത്രയുടെ അനുഭവമാണ് ഈ റെയിൻ ബസേരമേ എന്ന യാത്രാവൃത്തത്തിൽ ലേഖകൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നോക്കാം. അപ്പം അടുത്ത പാരഗ്രാഫ് നോക്കാം. രാത്രിക്കോ തോടി ദേർ കെലിയെ മേ ബാഹർ നികലായ. രാത്രിയിൽ അല്പനേരത്തിനു വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നു. അവർ ആകാശത്തലെ ബൈറ്റേക്കയ, ആകാശത്ത് താഴെ ഇരുന്നു. താരെ ഐസെ ലഗ രഹേത്ത്, നക്ഷത്രങ്ങൾ അപ്രകാരം തോന്നുന്ന പ്രകാരം. ഇസിന് ആകാശമേ സഫേദ് തിൽ ബിഗേർ ദിയേ ഹോ, ആരോ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വിതറിയ പോലെ, ഈ എള്ള് വിതറിയ പോലെ തോന്നിയെന്ന്. ചാന്ദ് നഹീൻ ത ഇസ്ലിയെ താരെ ഗുൽക്കർ സാമനെ ആ ഗയത്. അന്ന് ചന്ദ്രനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാ നക്ഷത്രങ്ങളും ഒന്നിച്ചു കൂടി വരുന്നതായിട്ട് തോന്നിയിരുന്നു. അടുത്ത പാരഗ്രാഫ്. സൂരജ് ചൽത്ത ഹെ, സൂര്യൻ അകേല ചൽത്ത ഹെ, സൂരജ് അകേല ചൽത്ത ഹെ, സൂര്യൻ ഒറ്റയ്ക്ക് പോകുന്നു. താരെ ചൽത്ത ഹെ ജമാത്ത ഹെ, നക്ഷത്രങ്ങളാണെങ്കിൽ കൂട്ടം കൂടിയാണ് പോകുന്നതെന്ന്. അമാവാസ്കി രാത്രിക്കോ താരേക്ക് ഭണ്ഡാര ഭർത്ത ഹെ, അമാവാസി ദിവസങ്ങളിൽ താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടെന്ന്. ദിനക്ക ആകാശിയെ ഹൗസ് ഓഫ് ലേഡ്, പകലത്തെ ആകാശ ഹൗസ് ഓഫ് ലേഡ് എന്നും രാത്രിക്ക ആകാശ് ഹൗസ് ഓഫ് കോമൺസ് എന്നും പറയുന്നു. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ദിനക്ക ആകാശ് ഹൗസ് ഓഫ് ലോഡ്, രാത്രിക്ക ആകാശ് ഹൗസ് ഓഫ് കോമൺസ്. ആപ്പിനെ ഒക്കെ സംശയം എന്തുകൊണ്ടാണ് മനസ്സിലായത്. അടുത്ത പേജ് മറയ്ക്കാൻ പോവുകയാണ്. ഹായ് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത പേജിലുള്ള ചിത്രമാണ് ഈ കാട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് പാരഗ്രാഫ് നോക്കാം. സുബഹ് ആകെ ബഡെ, അതായത് രാവിലെ ആയിരുന്നു. പകടണ്ടി ഏക്ക് ഗദർനാക്ക് ഹോ ഗയെ, അതായത് ഇരടിപ്പാതകൾ ഭയാനകമായിരുന്നു. ശരാശുഗെ ഹോ ഓർ തീരെ പാനിമേ, അല്പം നേരിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പത്തലി ഹോത്തെ ഹോത്തെ വഹം ലുപ്തു ഹോ ഗയെ, അങ്ങനെ മെലിഞ്ഞ് ഇല്ലാതായിന്ന്. കെടി ചടായി ചടുക്ക മുഷിക്കൽ സെ ഊപ്പറായി, അവർ കുത്തനെയുള്ള കയറ്റൊക്കെ കയറിയിട്ട് ബുദ്ധിമുട്ടി മുകളിൽ വന്നു. ലേക്കിന് ഊപ്പറിന കെട്വാഡ് ഗത്തി എന്ന പകടണ്ടി അവർ ബാദൽ, മുകളിൽ കെട്ടിടങ്ങളും ഇല്ലായിരുന്നു, തേടി പാതയൊന്നും ഉണ്ടായിരുന്നില്ല. ബാദലത്തെ നക്ഷത്രങ്ങളായിരുന്നു. എന്തെന്ന് ഹമലേക്ക് അതർ നമുക്ക് നക്ഷത്രങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. വേസമിട്ടുക്കർ ഗലെ ഗാനെ മേഘമേ പരിവർത്തിത് ഹൊരഹേത്ത്, അവർ ഒന്നിച്ചു കൂടിയിട്ട് കറുത്ത മേഘങ്ങളായി മാറിയിരിക്കുന്നു. കബിബി വരസക്തത്ത്, ചിലപ്പോൾ മഴ പെയ്തേക്കാമെന്നും. കഹാം ഏക്ക് ആദമി ഏക്ക് മഷർ നഹീം ആ രഹത, എവിടെയോ ആദമിയെയും കാണുന്നില്ല എന്നും.
കിസി തരഹ് പതോട പഹുജ് ഒരു തരത്തിൽ പതോട ഗ്രാമത്തിലെത്തിയിരുന്നു. റോസിക്ക് അപേക്ഷ ആജ് ഹമാദ ഹി ചല പായത്. എന്നത്തേലും പോലെ ഇന്നത്തേലും അപേക്ഷിച്ച് ഇന്ന് പകുതിയെ നടന്നുള്ളൂന്ന്. ലക്കി പാനിക്ക് ഡെർസെ ഇസി ഗൗമേ രുക്കാന പട. എന്നാൽ വെള്ളം പേടിച്ച ഗ്രാമത്തിൽ തങ്ങിനും. കുച്ചു ലോകോ അടുത്ത പാരഗ്രാഫ്. കുച്ചു ലോകോനെ മിൽക്കർ ഗാവുമേ ഏക്ക് മന്ദിർ ബൻവായ. കുറച്ച് ജനങ്ങൾ ചേർന്നിട്ട് ഗ്രാമത്തിൽ ഒരു മന്ദിരം ഉണ്ടാക്കുന്നു. അഭിമൂർത്തിക്ക് സ്ഥാപന നഹീം കിയ. അവിടെ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരുന്നില്ല. മന്ദിർക്ക് ബരാമത്തെ മേ ലോഹേ കാ ചാലി വാല ദർവാസ ഹെ. മന്ദിരത്തിൻ്റെ വരാന്ത ഇരുമ്പ് കൊണ്ടുള്ള വാതിലായിരുന്നു. അഴികളെ കൊണ്ടുള്ള വാതിലായിരുന്നു ഇരുമ്പിൻ്റെ. മന്ദിർക്ക് ദേക്ക് കർനെ വാലെ ഗ്രാമീണെ ഉസേ ഹമാരെ ലിയെ ഗോൽ ദിയ. മന്ദിർ നോക്കി വരുന്ന ആ ഗ്രാമീണർ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നു. ആജ് യഹി വരാമത്ത ഹമാരെ റെയിൻ ബസഹ. ഇന്ന് ആ വരാന്ത ഞങ്ങളുടെ റെയിൻ ബസേരയാണെന്ന്. പാനി ലാനെ കെലിയ ബാൽട്ടി. വെള്ളം കോരുന്നതിന് വേണ്ടി ബക്കറ്റും തന്നിരുന്നു. ഫർഷ് പർ ബിച്ചാനെ കെലിയേക്ക് ബഹുത്ത് പടി ദരിതി. തറയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പരവതാനിയും തന്നിരുന്നു. അവർ സദാവ്രത്ത് കെലിയെ വിഭൂച്ചവനും മറ്റ് സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ലേക്കിൻ ഹമാര പാസ് പരവത. ആ ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. ചോട്ടു ബാഹർ ഗാന ബന രഹാത്ത. ചോട്ടു പുറത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാൽത്തോ ബന ഗെയ്ത്. അരിപ്പ് ശരിയായിരുന്നു ഉണ്ടാക്കിയിരുന്നു. पर वह गाकटक बना रहा था कि पानी आ गई. ഗോതമ്പ് കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോയപ്പോഴേക്കും വെള്ളം വന്നു. പ്രായഹ സബി ഗേത്തോമേ സോയാബീൻ കട്ട് രഹാ ഹെ. എല്ലാവരും വയലുകളിൽ സോയാബീൻ മുറിച്ചുകൊണ്ടിരുന്നു. കാട്ടെ ഹുയെ സോയാബീൻ കെ ഡേർ ലഗെ ഹെ. മുറിച്ച സോയാബീൻ കുന്നുകൂട്ടി വെച്ചിരുന്നു. ഇസ് പാനി സെ കിസാനോ കബാരി നുക്സാൻ ഹോയി. ഈ വെള്ളപ്പൊക്കത്തിൽ കിസാന്മാർക്ക് വളരെ നഷ്ടമുണ്ടായിരുന്നു. കിസി തരഹ് ചോട്ടുവിന് ഗാക്കട്ടുക്ക. അതിനിടയിലാണ് ചോട്ടു ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഗാനാഗക്കർ ഭക്ഷണം കഴിച്ചിട്ട് കുച്ചു ആരാം കറിക്ക് ജബ് സോനലക. കുറച്ച് വിശ്രമിച്ചുറങ്ങാൻ തുടങ്ങുന്നു. താപ് തക്ക് പാനി ബന്ദ് ഹോച്ചു. അപ്പോൾ വെള്ളം നിന്നു. ബാഹർ ബിജലിക്ക് ബൾബ് ജിൽ. പുറത്ത് ബൾബ് കത്തിക്കൊണ്ടിരുന്നു. വൈദ്യുതി ബൾബ് കത്തിക്കൊണ്ടിരുന്നു. രാത്തുക്കോ ജബ് മേ ഉടാത്ത മേരെ പൈരോ കെ പാസ് കി ഗാലി ദരി पर एक आदमी गुടി മൂടി പടാത്ത. എപ്പോഴാണ് രാത്രി ഞാൻ എണീറ്റത്. എൻ്റെ അടുത്ത് ഒരു പരവതാനി കാലിയായിരുന്നു. അടുത്ത് ഒരു ആദ്യമി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ചിപ്പി ഓടാനായി. അവന് അല്പം പോലും പുതപ്പില്ലായിരുന്നു. ലേട്ടെ ബട രഹത്താത്ത. കിടന്നു ഉരുണ്ടു എന്തോ പുറകുകൊണ്ടിരുന്നു. മാനോ കഹാനി സുന രഹത. തോന്നുന്നു എന്തോ കഥ പറയുകയാണെന്ന്. ഫിർ ഏക്ക് സോർസെ അതെ. പിന്നെ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ബീച്ച് മേ രാമായൺ കി ചോപ്പായി. ഇടയ്ക്ക് രാമായണത്തിൻ്റെ വരികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഷായത് പാകൽ. ഒരുപക്ഷെ ഭ്രാന്തനായിരിക്കുന്നു. ഞാൻ ചുപ്ചാപ്പ് സോകയം മിണ്ടാതെ ഉറങ്ങുന്നു. അപ്പോൾ ഈ പാരഗ്രാഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത പാരഗ്രാഫ് അടുത്ത വീഡിയോ കാണാം.